ഒടുവിൽ ശശി തരൂർ മുട്ടുമടക്കിയിരിക്കുകയാണ്. താൻ ഇപ്പോൾ പോകും എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ശശി തരൂരിനെ അനുനയ ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് വിളിച്ചു. KC വേണുഗോപാലിനെ 30 മിനിറ്റോളം പുറത്ത് നിർത്തിയിട്ടാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായി ശശി തരൂർ സംസാരിച്ചത്. അതായത് KC വേണുഗോപാൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. പക്ഷെ സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും KC അത്ര പ്രിയമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്ത് പറയണം, ഏത് സമരം നടത്തണം, ആർക്കെതിരെ, മോദിക്കെതിരെ എന്ത് പ്രസ്താവന നടത്തണം, ഏത് രാജ്യത്ത് പോയി എങ്ങനെ സംസാരിക്കണം, സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തൊക്കെ പോസ്റ്റുകൾ ഇടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് KC ആണ്. KC ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് MP ഒക്കെ ആയി എങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ വസതിയിലെ കുശനിക്കാരൻ എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്ന പണിയിൽ നിന്ന് KC പിന്നോട്ട് പോയിട്ടില്ല. കാരണം KCക്ക് അതിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്നതിനോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ അധികാരം കൂടി, മുഖ്യമന്ത്രി കസേര കൂടി ആ പെട്ടിപിടുത്തത്തിലൂടെ KC ലക്ഷ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് കൃത്യമായി തരൂർ വന്നു കയറിയത് KCയുടെ ഈ ലക്ഷ്യം മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തരൂർ പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി താൻ ഇവിടെയുണ്ട്, തനിക്ക് പണി തന്നാൽ അല്ലെങ്കിൽ തന്നെ തഴഞ്ഞാൽ താൻ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് കൃത്യമായി നേതൃത്വത്തെ പറയാതെ എഴുത്തിലൂടെ പറഞ്ഞ് തരൂർ അറിയിച്ചപ്പോൾ KC വേണുഗോപാൽ മനസ്സിൽ കരുതി ഇതോടുകൂടി തരൂർ എന്ന അധ്യായം അടഞ്ഞു, അതിനെക്കുറിച്ച് ഇനി മിണ്ടണ്ടോ, എനിക്ക് ഏക വെല്ലുവിളി തരൂറായിരുന്നു, ഇനി തരൂർ ഇത്തരം മോദി ഭക്തനും പിണറായി ഭക്തനും ഒക്കെ ആകുമ്പോൾ ഹൈക്കമാൻഡ് തരൂറിനെ കൈവിടും. അങ്ങനെ കൈവിടുമ്പോൾ തനിക്ക് ആ പട്ടികയിലേക്ക് നുഴഞ്ഞു കയറാം. അങ്ങനെ കയറുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്നവനായ തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ഹൈക്കമാൻഡ് വച്ച് നീട്ടുക തന്നെ ചെയ്യും. പക്ഷേ അവിടെയാണ് സോണിയാഗാന്ധിയുടെ ബുദ്ധി കൃത്യമായി പ്രവർത്തിച്ചത് എന്നുള്ളത്. തരൂരിനെ പോലെയുള്ള ഒരു ബുദ്ധിരാക്ഷസൻ, രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യൻ, ജനസ്വാധീനമുള്ള ഒരു നേതാവ്, വിശ്വപൗരൻ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള, ജനങ്ങൾക്കേറെ പ്രിയങ്കരനായ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ അകറ്റി നിർത്താനോ കോൺഗ്രസിൽ നിന്ന് മറ്റു പാർട്ടിക്കാർക്ക് വിട്ടുകൊടുക്കാനോ സോണിയാഗാന്ധി തയ്യാറായില്ല. അങ്ങനെ സോണിയയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും തമ്മിൽ ചർച്ചകൾ നടത്തി. ചർച്ചകൾക്കൊടുവിൽ ശശി തരൂർ എന്താണോ പറയുന്നത് അതിന് ചെവി കൊടുക്കാം. കാരണം 2026 കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ UDFന് തരംഗമുണ്ടാകുമെന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ പുറത്തു വന്നതാണ്. അതിൽ വലിയ സന്തോഷത്തിലാണ് കോൺഗ്രസ്. ഇടതുപക്ഷത്തിന് ഇനിയൊരു ഭരണം ഉണ്ടാകില്ല, 3ാം തവണയും ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകില്ല. അപ്പോൾ ആഞ്ഞു ശ്രമിച്ചാൽ ഇത്തവണ 2026 ഭരണം തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമായി നിൽക്കും എന്ന് കോൺഗ്രസ് കൃത്യമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കൃത്യമായ സ്വാധീനമുള്ള, തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കോൺഗ്രസിന് കൂടുതൽ ആധിപത്യമുള്ള തിരുവനന്തപുരത്ത് നിന്നും തരൂരിനെ തൽക്കാലം BJPക്കോ ഇടതുപക്ഷത്തിനോ വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. പക്ഷെ അവിടെ മോഹങ്ങളൊക്കെ അടർന്നു പോയത് KC വേണുഗോപാലിൻ്റെയാണ്. കാരണം ആ മുഖ്യമന്ത്രി കസേര ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ അനുയോജ്യവും തരൂറിന് തന്നെയാണ്. നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പ്രതിപക്ഷമുണ്ടോ എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നു. കാരണം ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും CPM ആയി മാറുന്ന ഒരവസ്ഥ. VD സതീശനൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല പെരുന്നയിലെ പോപ്പിന് ചെവിയിൽ പൂടയുള്ള നായന്മാരെ പിടിക്കൂ. ആ നായരാണ് ചെന്നിത്തല. അതുകൊണ്ട് ചെന്നിത്തലയെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടിരുത്തണം എന്നാണ് പെരുന്നയിലെ പോപ്പിൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് പോപ്പിനും നന്നായി അറിയാം, ചെവിയിൽ പൂടയുള്ള രമേശിനും നന്നായി അറിയാം.
ചെന്നിത്തലയും ഒരു കുപ്പായം തച്ചു വച്ചിട്ടുണ്ട്. കാരണം KCയെയും വെട്ടി, തരൂറിനെയും വെട്ടി, ചെന്നിത്തലയെയും വെട്ടി, സുധാകരനെയും വെട്ടി. താൻ ഹൈക്കമാൻഡിനോട്, പ്രത്യേകിച്ച് താനൊരു പ്രതിപക്ഷ നേതാവാണ്, എന്തുണ്ടാക്കിയ പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. പക്ഷേ താൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നിടത്തോളം കാലം UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും എനിക്ക് മാത്രമാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. സതീശൻ്റെ മോഹങ്ങൾ എന്താ പറയുക, സതീശൻ്റെ മോഹങ്ങൾക്ക് വിലങ്ങ് തടിയായാണ് തരൂർ പറയുന്നത്, എനിക്ക് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്ഥാനം വേണം. KPCC പ്രസിഡന്റ് സ്ഥാനമാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി തരൂർ പറയുന്നില്ല. പക്ഷേ സുധാകരനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. തരൂറിൻ്റെ മോഹം KPCC പ്രസിഡന്റ് സ്ഥാനമൊന്നുമല്ല. കേരള രാഷ്ട്രീയത്തിൽ താൻ MP എന്ന നിലയിൽ തനിക്ക് ഡൽഹിയിൽ പോയിരുന്ന പാർലമെൻറ്റിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഷോ കാണിക്കാൻ താല്പര്യമില്ല. എനിക്ക് 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. തരൂർ മികച്ച ഒരു നേതാവ് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം എടുത്തു പറയുന്നത് കുത്തഴിഞ്ഞിടയ്ക്കാണ് കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെ ഭരണത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. തരൂറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തരൂറിന് സാധിക്കും. പുതിയ ടെക്നോളജികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തരൂറിന് സാധിക്കും. യുവാക്കളുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തരൂറിന് സാധിക്കും. പുതിയ ജോലി സാധ്യതകൾ കൊണ്ടുവരാൻ തരൂറിന് സാധിക്കും. കാരണം ഒരുപാട് ലോകരാജ്യങ്ങളുമായി വലിയ ബന്ധമുള്ള ആളാണ് ശശി തരൂർ. തീർച്ചയായിട്ടും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കുറേ യുവാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ശശി തരൂരിനെ പോലൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം. കാരണം വിവരമുള്ളവർ തന്നെ ആ കസേരയിൽ ഇരുന്നാൽ കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാകും. ദാരിദ്ര്യത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് ഇപ്പോൾ ഈ കേരളത്തിലെ യുവാക്കൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ജീവിക്കാൻ. പെൻഷനൊക്കെ തന്നെ പാവം സ്ത്രീകൾക്ക് കിട്ടുന്നത് 3, 4, 5 മാസത്തിനിടയ്ക്കാണ്. നമ്മുടെ മറിയക്കുട്ടിയൊക്കെ പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയ കാഴ്ചയൊക്കെ കണ്ടതാണ്. അപ്പോൾ പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം പിണറായിക്കെതിരെ മാത്രമല്ല ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനെതിരെയും CPMനെതിരെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ ഒരു പക്ഷേ തരൂറിൻ്റെ വരവിലൂടെ കഴിയുമെന്ന് സോണിയ വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ അധികാരം ഒരുപക്ഷെ കോൺഗ്രസ്സിന് കിട്ടിയാൽ, അതിൽ നല്ലൊരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചാൽ, കോൺഗ്രസ്സിൽ തന്നെ നല്ലൊരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചാൽ കേന്ദ്രത്തിനും അത് വലിയ ഗുണമുണ്ടാക്കും എന്നുള്ളത് സോണിയാഗാന്ധി തിരിച്ചറിഞ്ഞു. അത് രാഹുലിനോട് കൃത്യമായി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് KCയോടുള്ള മമത തൽക്കാലം ഇവിടെ കാണിക്കേണ്ട, ഇവിടെ തരൂറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് തരൂർ എന്താണോ ചോദിക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. തമ്മിലടിയുടെ പൂരപ്പറമ്പാണ് UDF എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് പറയാനും എന്തും ചെയ്യാനും മടിക്കാത്തവരാണ് UDFകാർ. അപ്പോൾ തരൂർ വരുമ്പോൾ തരൂറിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.